ചായ കുടിക്കണോ? പഞ്ചസാര ഇടാതായിരിക്കും കുടിക്കുന്നത് അല്ലേ? അല്ലല്ല, പഞ്ചസാര ഇടുവടാ. പഞ്ചസാര ഇട്ട ഡയറ്റ് പോകത്തില്ലേ? ഇല്ലില്ല, ഞാൻ ദിവസം 2 ചായ കുടിക്കും, രാവിലെ വൈകുന്നേരം. വളരെ കുറച്ച് പഞ്ചസാര ചായക്കകത്ത് ഇടും. എന്നാലും എനിക്കൊരു ചായയുടെ ഒരു ഫുൾ ഫീൽ കിട്ടത്തുള്ളൂ. പക്ഷെ ഭയങ്കര വാരിക്കോരി ഒന്നും പഞ്ചസാര ഉപയോഗിക്കാറില്ല. അപ്പൊ അങ്ങനെ ചെയ്താൽ വെയിറ്റ് ലോസ് ഒക്കെ കിട്ടുമോ? ഡയറ്റ് ചെയ്യുന്നവരൊക്കെ എപ്പോഴും ചായയിൽ പഞ്ചസാര അത് വെറും പൊട്ടത്തരം തന്നെ ഞാൻ പറയും. വളരെ ഒരു സ്വല്പം പഞ്ചസാര ഇട്ടെന്ന് പറഞ്ഞാൽ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഞാനിപ്പോ ഉപയോഗിച്ചേക്കുന്ന പഞ്ചസാരയുടെ 10-100 ഇരട്ടി പഞ്ചസാരയാണ് ചോറിന്റെ രൂപത്തിലും മൈദ രൂപത്തിലും കപ്പയായിട്ടും എല്ലാം ഈ മലയാളികൾ 3 നേരം അതിന്റെ ഇടയിലും കഴിക്കും. 4 നേരം നമ്മള് ഭാഷ പറഞ്ഞാൽ വേവിച്ച് വെച്ച അത് തന്നെ അത് കഴിക്കുന്നത്. അപ്പൊ പ്രമേഹ രോഗികൾക്ക് ഇത് ശ്രദ്ധിക്കാം അല്ലേ? ശ്രദ്ധിക്കാം. നമ്മൾ വളരെ കുറച്ച് പഞ്ചസാര ഇടാം. പക്ഷെ ഈ ഒരു കുഞ്ഞ് പഞ്ചസാര ഒഴിവാക്കുന്നതിനെക്കാട്ടിലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഈ നമ്മൾ അറിയാതെ കഴിക്കുന്ന ഈ പഞ്ചസാര, ഈ ചോറിന്റെ രൂപത്തിലും കപ്പയായിട്ടും മൈദയായിട്ടും ബേക്കറി ഐറ്റംസ് ആയിട്ടും. അപ്പം അതെല്ലാം നന്നായിട്ട് കുറയ്ക്കുക. അതില്ല ഇത് മാത്രം പഞ്ചസാര മാത്രം കുറച്ചിട്ട് അത് കുറയ്ക്കാതിരുന്നെന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനവും ഇല്ല. മലയാളികൾ നമ്മളെ സ്വയം പറ്റിക്കുകയാണ്. മധുരം ഇടാതെ ചായ കുടിച്ചു കഴിഞ്ഞാൽ പ്രമേഹം മാറും. പക്ഷെ മറ്റേതൊക്കെ ഇഷ്ടം പോലെ വാരിക്കോരി കഴിച്ചോളാം. അതൊരു വെറും മണ്ടത്തരല്ലേ. അപ്പൊ ഓക്കെ, അപ്പം ഡോക്ടർ പറഞ്ഞ പോലെ നമുക്ക് വളരെ കെയർഫുൾ ആയിട്ട് പഞ്ചസാര ഇട്ട് ചായയൊക്കെ കുടിക്കാം. പക്ഷെ മറ്റേ കാര്യങ്ങള് അറിയാമല്ലോ, മധുരമില്ലാത്ത പഞ്ചസാര, അതെ വേവിച്ച് വെച്ച പഞ്ചസാര.